മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന കിഡിലിനൊരു പടത്തിന് ശേഷം ഈ ഒരു മോളിവുഡ് ടൈംസ് എന്ന സിനിമയ്ക്ക് വരാൻ വേണ്ടി ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു വെച്ചാൽ വേറെ ഒന്നുമില്ല, അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് അഭിനവ് സുന്ദർ നായക്. മാൻ യു ബ്യൂട്ടി. കിഡിലിനൊരു പടം തന്നെയാണ് മോളിവുഡ് ടൈംസിൽ കൂടെ അയാൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നസ്ലൻ എന്ന ആക്ടറെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു നൈബർഹുഡിലെ ഒരു തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ചളിയൊക്കെ അടിച്ച് നടക്കുന്നത് നമ്മുടെ ഒരു ലവ്ലി ചെറുക്കൻ. പക്ഷേ ആ ചെറുക്കൻ ഇന്നൊരു അഡൽട്ടാണ്. നല്ലൊരു കിഡിലൊരു മെച്യൂർഡ് പെർഫോമൻസ് തന്നെയാണ് മോളിവുഡ് ടൈംസിൽ നസ്ലൻ ചെയ്തിട്ടുള്ളത്. നസ്ലിനെ കൂടാതെ സംഗീത് പ്രതാപ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്, പിന്നെ ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇൻക്ലൂഡിങ് ഷറഫുദ്ദീൻ. വേറെയും കുറേ പേര് നല്ല അടിപൊളി പെർഫോമൻസ് ആയിട്ട് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇത്രയ്ക്ക് പച്ചയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സിനിമ 2 മണിക്കൂർ 48 മിനിറ്റുള്ള ഈ ഒരു സിനിമ ഒരു തരി ലാഗില്ലാതെ ത്രൂ ഔട്ട് എൻ്റർടൈൻഡ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു ഈ മോളിവുഡ് ടൈംസ് എന്ന സിനിമ. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും ആക്ടിങ് വൈസ് നോക്കിയാലും മേക്കിംഗ് വൈസ് നോക്കിയാലും ഏത് ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ്സ് എ ബ്രില്യൻ ഫിലിം. ഒരുപാട് എൻജോയ് ചെയ്തിട്ട് കണ്ടൊരു പടം തന്നെയാണ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ അല്ലെങ്കിൽ സിനിമയാണ് ജീവിതം എന്നും പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമ്മൾ സിനിമകളിൽ കൂടെ ഈ ത്രൂ ഔട്ട് ദി ഇയേഴ്സ് ഡെക്കേഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഗ്ലോറിഫൈ ചെയ്ത് എല്ലാത്തിനെയും റൊമാൻറ്റിസൈസ് ചെയ്ത് ചീസി ആയിട്ട് മെലോഡ്രമാറ്റിക് ആയിട്ട് മാത്രമായിരിക്കും അതിലെല്ലാത്തിലും കാണിക്കുക. ഉദയനാണ് താരം എടുത്താലും വർഷങ്ങൾക്ക് ശേഷം എടുത്താലും അതെല്ലാം നല്ല സിനിമകളാണെങ്കിൽ പോലും ഉദയനാണ് താരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത്ര ഹൈലി റേറ്റ് ചെയ്യുന്നൊരു പടമല്ല. അത് വളരെ മെലോഡ്രമാറ്റിക് ആയിരുന്നു, ചീസി ആയിരുന്നു, ക്രിഞ്ചായിരുന്നു. അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ വന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആണ്. റാഷണലി ചിന്തിക്കുന്ന ഒരാൾ നല്ലൊരു പ്രൊഡക്റ്റ്, നല്ലൊരു സിനിമ എടുക്കാൻ വേണ്ടി ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്ന ഒരു പയ്യൻ, അയാൾ വളർന്ന് വലുതായി അയാൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എത്ര റിയലിസ്റ്റിക് ആയിട്ട് റാഷണലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാൾ എങ്ങനെ കാര്യങ്ങൾ എടുക്കുമോ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഇതിന് സ്ക്രീൻ പ്ലേ പോകുന്നത്. ബ്രില്യൻ റൈറ്റിംഗ്, ഇതിൻ്റെ നറേഷൻ ആയാലും ഓവറോൾ സെറ്റപ്പ് ആയാലും പെർഫോമൻസസ് ആയാലും അത്രയ്ക്ക് എനിക്ക് പുതുമ സമ്മാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കണ്ടുമടുത്ത ഒരു തരത്തിലുള്ള ക്ലീശ പരിപാടി ഇല്ല. അതിനൊക്കെ പൊളിച്ചെഴുതി ഒരു കിടിലനൊരു പടം തന്നെ ചെയ്തിരിക്കുകയാണ് അഭിനവ് സുന്ദർ നായക്. നസ്ലൻ്റെ കറക്റ്റ് ടൈമിങ് മാത്രമല്ല, കോമഡി പരിപാടി മാത്രമല്ല, ഒരു ആക്ടർ, ഒരു മെച്ചുവേർഡ് ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കിയാൽ പോലും പലതരം ടൈം ലൈൻ അയാൾ ചെയ്യുന്നുണ്ട്. അയാളോടൊപ്പം തന്നെ ഷറഫുദ്ദീൻ ആയാലും സംഗീത് പ്രതാപ് ആയാലും വേറെയും കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ എടുത്ത് പറയേണ്ടതാണ്, സ്ക്രീൻ പ്ലേ എടുത്ത് പറയേണ്ടതാണ്. ഞാനിത്ര ഹൈപ്ഡായിട്ടൊക്കെ പറയുമ്പോൾ ഇതൊരു പിയർ വർക്ക് പോലെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് അത്രയ്ക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹൈപ്ഡായിട്ട് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തളർന്ന് ഒതുങ്ങിയൊക്കെ പറയുമായിരിക്കും. ഈ സിനിമ കണ്ട് ആക്ച്വലി വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാളിന് ശേഷം ഒരു ഫുൾഫില്ലിംഗ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ കൂടി എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് കിട്ടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ അത്രയ്ക്കും വളരെ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു പടം. പക്ഷെ ത്രൂ ഔട്ട് കോമഡി മാത്രം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലെ ഡാർക്ക് ഹ്യൂമറൊക്കെ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ ഇതിലും ഡാർക്ക് ഹ്യൂമർ നിങ്ങൾക്ക് വർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്തൊക്കെ ഡെത്തിനൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ള രീതിയൊക്കെ വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ഇമാജിനേഷനെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള പല സീൻ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം നല്ല ബ്രില്യൻ്റായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു 2.25 മണിക്കൂർ ഒരു തരത്തിലും വേസ്റ്റ് ആയിരുന്നത് മാത്രമല്ല, ഐ ഹാഡ് ഫൺ അറ്റ് ദ തിയേറ്റേഴ്സ്. പാക്ഡ് ക്രൗഡിൽ കൈയടിച്ച് വിസിലടിച്ച് കുറേ നല്ല സിനിമാറ്റിക് മൊമെൻറ്റ്സ് ഉള്ള കുറേ നല്ല ബ്രില്യൻ പെർഫോമൻസ് ഉള്ള മൈന്യൂട്ട് എക്സ്പ്രഷനോട് കൂടിയിട്ട് നസ്ലൻ ആയാലും ബാക്കി ആക്ടേഴ്സ് ആയാലും അവരെല്ലാവരും നല്ല പച്ചയ്ക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് എന്താണ്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മേഖലകൾ ചേർന്നിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് സിനിമാ മേഖല. അപ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അത് കൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. ഷാഡോ ബാൻ ചെയ്യുക, ഡയറക്ടേഴ്സിനെ ബാൻ ചെയ്യുക, റൈറ്റേഴ്സിനെ ബാൻ ചെയ്യുക, ആക്ടേഴ്സിനെ സിനിമ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സമ്മതിക്കാതിരിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നല്ല വെടുപ്പായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഷുഗർ കോട്ടിങ് ഇല്ലാതെ ആരെയും ബൂട്ട്ലിക്കിങ് ഇല്ലാതെ നല്ല വെടുപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മോളിവുഡ് ടൈപ്സ്. ഒരു കിഡിലൊരു എൻ്റർടൈനറാണ്. എത്രയും പെട്ടെന്ന് പോയി കാണാം.